ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാ. നമുക്ക് രാവിലെയും രാത്രിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് പറ്റുകയും ചെയ്യും. നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാൽ വെച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ നമുക്കൊരു ക്യാപ്സിക്കത്തിൻ്റെ ചെറിയൊരു പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒരു തക്കാളിയുടെ പകുതിയും അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ഇഷ്ടമാണെങ്കിൽ അതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കാം. പൊടികളെല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കാണ്ട് നമുക്ക് കുറച്ചായിട്ട് തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചെടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി നമ്മളിത് മിക്സ് ചെയ്തിട്ട് നമ്മൾ പാൻ കേക്കിൻ്റെ ഒക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു രീതിക്ക് വേണം ഇതിൻ്റെ മാവ് റെഡിയാക്കിയിട്ടെടുക്കാൻ. ഇപ്പോൾ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിന് ചെറുതായിട്ട് ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതൊന്ന് ചൂടാൻ കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ആക്കി കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു സ്പൂണിൽ മാവ് എടുത്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ച് വലിപ്പത്തിലുള്ള ദോശ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം, അല്ല ഇതുപോലെ ചെറിയൊരു പാൻ കേക്കിൻ്റെ രൂപത്തിലാണെങ്കിൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ കളറൊന്നും മാറി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടി നമുക്കിതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.